ഇതെന്റെ വിധിയാണ്. അടുത്ത നിമിഷങ്ങളിൽ എനിക്ക് എന്ത് സംഭവിക്കാം. ഒരാവശ്യത്തിന് എന്നും ഒറ്റയ്ക്കാണ്. ഫ്ലാഷ് ബാക്ക്. എടാ വണ്ടിയുടെ ചാവി എന്താണ്? അത്യാവശ്യം എടുത്ത് പുറത്തേക്ക് പോകും. എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു. നീ തന്നെ എനിക്ക് അതിനേക്കാൾ വലിയ അത്യാവശ്യം. പെട്ടെന്ന് നീ പോടാ. ഹലോ പറടാ. എടാ നീ വണ്ടിയിൽ എണ്ണ അടിച്ചില്ലായിരുന്നോടാ? അതിന് നിന്റെ വണ്ടി എണ്ണ ഇല്ലായിരുന്നു. 100 രൂപയുടെ എണ്ണ അടിക്കാൻ തരാ പോയ വഴിക്ക്. അത് പോട്ടെ, നീ ഒരു 100 രൂപയുടെ എണ്ണ മേടിച്ചോണ്ട് പോയിക്കോട്ട്. എടാ ഞാൻ ആകെ ഒരു ഇച്ചിരി ദൂരെ പോകുള്ളൂ. ആളെ ഞാൻ ഭയങ്കര ബിസിയാടാ. പിന്നെ വിളിക്കാം. ഓക്കെ ബൈഡാ. വണ്ടി എടുത്തോണ്ട് എല്ലാം അതിന് പറയും 100 രൂപയുടെ എണ്ണ അടിക്കത്തില്ല. ഹായ് ബേബേ പറ. പിക്ക് ചെയ്യണം. ഞാൻ താ വരുന്നു. എന്നോടാ കളി. ചാർജ് തീർന്നു. വേണ്ട. ഹലോ ഹലോ. എടാ വണ്ടി അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് വേണം. എനിക്ക് ജോലിക്ക് പോകാൻ സമയമാടാ, ഞാൻ ഇറങ്ങാൻ പോടാ. എടാ ജോലിക്ക് പോയിട്ട് നിനക്ക് വണ്ടി അവിടെ കൊണ്ട് ചുമ്മാ വെക്കാനില്ലേ? എനിക്ക് ആവശ്യമെങ്കിലും നടക്കും. നീ ആ വണ്ടി തന്നെ എന്നാ വേഗം വാ, എന്നെ അങ്ങോട്ട് നാക്ക്. ജോലിക്ക് പോകണം. ഹലോ ഹലോ. എടാ വണ്ടിക്ക് വല്ല കംപ്ലൈന്റ് ഉണ്ടോ? വണ്ടി കംപ്ലൈന്റ് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തൊറ്റി? എടാ വണ്ടി ഓഫ് ആയിപ്പോ എന്ത് പറ്റിയെന്ന് പറയാൻ വയ്യ. അത് എണ്ണ ഇല്ലെന്ന് തോന്നുന്നു. എണ്ണ അടിച്ചിട്ട് പോയില്ലേ നീ? എടാ പണിക്കണോ നിനക്കൊക്കെ വണ്ടിക്ക് 50 രൂപയുടെ എണ്ണെങ്കിലും അടിച്ചിട്ടുണ്ടോ? എണ്ണ അടിക്കാൻ നോക്കി എങ്ങനെയെങ്കിലും. എന്ത് ചെയ്യാനെന്ന് വിളിച്ചു നോക്കാം. പറ മിനെ, ഒരു 100 രൂപയുടെ പെട്രോൾ എടുക്കാൻ കാണും മിനെ. പറ്റില്ലല്ലോ. വെയിലൊക്കെയാണ് മിനെ. നീ എന്നെ 4-5 കിലോമീറ്റർ നടത്തിച്ചോനാ. നീ പയ്യെ അങ്ങോട്ട് നടന്നു പോയി എണ്ണയും മേടിച്ചേ ആ വീട്ടിൽ പോയാ പടിയാവും. End of flashback. 10 രൂപ ബസ്സൂലി, 90 രൂപ പെട്രോൾ. അയ്യോ ആവശ്യം. അല്ലെങ്കിൽ തന്നെ ഇവന്റെയൊക്കെ വണ്ടിയിൽ പെട്രോൾ അടിച്ചിട്ട് പോകാനാണെങ്കിൽ ഞാനെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? പോവാൻ പറ. ഹലോ മോളെ സാർ, ആന വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ടോ?